ഇസ്രയേലിനെ വിറപ്പിച്ചുകൊണ്ട് ഹമാസിന്റെ ആക്രമണം. ഇസ്രയേൽ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ? നമസ്കാരം. മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യമേ തന്നെ പോകേണ്ടത് ഇസ്രയേലിലേക്കാണ്. വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെടുത്തി തീർച്ചയായിട്ടും കുറച്ച് നാളായിട്ട് ആ ഒരു മേഖലയിൽ സമാധാനം നിലനിന്നിരുന്നു എങ്കിൽ പോലും പിന്നീട് ഇസ്രയേൽ നടത്തിയ ഒരു ആക്രമണം, അതായത് ഗസയിലേക്ക് ഇസ്രയേൽ നടത്തിയ ഒരു ആക്രമണത്തിൽ 400 പാലസ്തീനികളാണ് മരിച്ചു വീണത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ അതിനെതിരെ ഹമാസ് ഇപ്പോൾ ഇസ്രയേലിലേക്ക് ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ്. അതായത് മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഹമാസ് ഇസ്രയേലിലേക്ക് ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഹൂത്തികൾ, അതായത് യമൻ ബേസ് ചെയ്തിട്ടുള്ള ഹൂത്തികളും ഇസ്രയേലിലേക്ക് ബാലസ്റ്റിക് മിസൈൽ അറ്റാക്ക് നടത്തിയത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ദിശയിൽ നിന്ന് വേണമെങ്കിൽ പോലും ഇപ്പോൾ ഇസ്രയേലിലേക്ക് ആക്രമണം ഉണ്ടായേക്കാം. അതായത് കുറച്ച് നാൾക്ക് മുമ്പ് ഇസ്രയേൽ ഏതൊരു സ്ഥിതിയിലാണോ നിന്നിരുന്നത് അതേ സ്ഥിതിയിലേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ്. അതായത് അയൺ ഡോം പോലെയുള്ള ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം കുറച്ച് നാളായിട്ടൊന്ന് വിശ്രമിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതിന് വീണ്ടും പണി വന്നിരിക്കുകയാണ്. അതായത് തുടരെയുള്ള ആക്രമണങ്ങൾ ഇസ്രയേലിലേക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. 2 റോക്കറ്റുകളാണ് ഇപ്പോൾ ഗസയിൽ നിന്ന് ആക്രമണം നടത്തിയിരിക്കുന്നത് ഇസ്രയേലിലേക്ക്. എന്നാൽ ഇത് എത്ര കണ്ട് നാശനഷ്ടം ഉണ്ടാക്കി എന്നതിനെ കുറിച്ച് ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്നാൽ ഇസ്രയേൽ പറയുന്നത് ഈ ഒരു 2 മിസൈലിനെയും കണ്ടെത്തി നശിപ്പിച്ചു എന്നാണ് ഇസ്രയേലിന്റെ ഭാഷ്യം. ഇസ്രയേലി ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നത് എത്ര കണ്ട് ബന്ധിമോചനം വൈകിക്കുന്നോ അത്ര കണ്ട് പ്രദേശങ്ങൾ, ഗസയിലെ പ്രദേശങ്ങൾ പിടിച്ചടക്കുമെന്നാണ് ഇസ്രയേലി ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നത്. എന്നാൽ അത് എത്ര കണ്ട് സാധ്യമാണ് എന്നുള്ളത് കഴിഞ്ഞ 15 മാസത്തെ ആ ഒരു സാഹചര്യം ആലോചിച്ച് നോക്കുക. 15 മാസം സമയം എടുത്തിട്ട് പോലും ഗസ കീഴടക്കാനായിട്ട് ഇസ്രയേലിന് സാധിച്ചിരുന്നില്ല. ഇസ്രയേൽ മാത്രമല്ല, ഇസ്രയേലിന് പൂർണ്ണ സപ്പോർട്ടുമായിട്ട് ഇവിടെ അമേരിക്കയും നിലകൊള്ളുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പറയാം 15 മാസമായിട്ടും ഇസ്രയേലിന് ഗസ കീഴടക്കാൻ കഴിയാതെ വരികയും അവർ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച്, അതായത് ഈ ഒരു വെടിനിർത്തൽ കരാർ എത്തുക എന്ന് പറയുന്നത്, അതായത് ഇസ്രയേൽ അതിന് വഴങ്ങുക എന്ന് പറയുന്നത് ഒരു പരാജയമാണ് എന്ന രീതിയിൽ സൂചനകൾ നൽകി ഇസ്രയേലിനകത്ത് നിന്ന് തന്നെ ഇസ്രയേലിന്റെ തന്നെ മിനിസ്റ്റർ, അതായത് തീവ്ര വലതുപക്ഷ നിലപാടുകളുള്ള ഇസ്രയേലി മിനിസ്റ്റർ തന്നെ രാജിവെച്ച് പുറത്തു പോകുന്നത് നമ്മൾ കണ്ട ഒരു കാഴ്ച തന്നെയാണ്. അതിനിടെ മറ്റൊരു വാർത്ത വരുന്നുണ്ട്. ഇസ്രയേലിന്റെ തന്നെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള അബ്രോൺ ബാരാക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഇസ്രയേൽ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം അവകാശപ്പെട്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തൽ വരുന്നത് ചാനൽ 12 നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇദ്ദേഹം ഈ ഒരു രീതിയിൽ പറഞ്ഞത്. അതായത് ഇസ്രയേൽ ഇപ്പോൾ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇദ്ദേഹം ഈ ഒരു ചാനൽ ഇന്റർവ്യൂയിലൂടെ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം പറയുന്നത് രാജ്യത്തിന്റെ പിളർപ്പ് വളരെ വലുതാണ്, അത് പരിഹരിക്കാൻ ആരും തന്നെ ശ്രമിക്കുന്നില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. നെതന്യാഹുവിന്റെ പ്രവർത്തനങ്ങളെയും അദ്ദേഹം വിമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇസ്രയേലിൽ കാര്യമായി പ്രശ്നങ്ങൾ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും നമ്മൾ ഇസ്രയേലിലുള്ള പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ, സ്പെഷ്യലി ജെറുസലേം പോലുള്ള പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇസ്രയേൽ ആഭ്യന്തരമായിട്ട് വളരെയധികം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഇത്തരം പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടെ മറ്റൊരു വാർത്ത വരുന്നുണ്ട്. ഷിൻ ബെറ്റ് മേധാവിയെ ഇപ്പോൾ നെതന്യാഹു പുറത്താക്കിയിരിക്കുകയാണ്. ഇസ്രയേലിലെ തന്നെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ഏജൻസിയെയാണ് ഈ ഷിൻ ബെറ്റ് എന്ന് പറയുന്നത്. അതിന്റെ മേധാവിയെയാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പുറത്താക്കിയിരിക്കുന്നത്. ഈ നെതന്യാഹുവിനെതിരെ തന്നെ ഈ ഷിൻ ബെൽറ്റ് വളരെയധികം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഖത്തറിലുള്ള ഒരു ബിസിനസ്മാൻ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സ്പോക്സ് പേഴ്സന്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് കാശ്, അതായത് മണി ട്രാൻസ്ഫർ ചെയ്തിരുന്നു. ഇത്തരം ഒരു വാർത്ത തീർച്ചയായിട്ടും അവിടെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചു. കാരണം എന്തുകൊണ്ട് ഇത്തരം കാശ് ഈ ഒരു സ്പോക്സ് പേഴ്സന്റെ അക്കൗണ്ടിലേക്ക് വന്നു എന്നതിനെ സംബന്ധിച്ച് വളരെയധികം വിവാദങ്ങൾ അവിടെ കത്തി നിൽക്കുകയാണ്. ഇതിനെ ഖത്തർ എയ്ഡ് എന്നാണ് അവർ വിളിക്കുന്നത്. അതായത് ഇസ്രയേലികൾ വിളിക്കുന്ന ഈ ഒരു പ്രശ്നത്തിനെ ഖത്തർ എയ്ഡ് എന്ന രീതിയിലാണ് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. അതിന്റെ കൂടെയാണ് ഇപ്പോൾ ഇത്തരം വിവാദങ്ങൾ, ഇത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ ഷിൻ ബെറ്റിന്റെ മേധാവിയെ ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു പുറത്താക്കിയിരിക്കുന്നത്. അതിനിടെ ഇസ്രായേലിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇസ്രായേൽ പഴയ പ്രസിഡന്റ് ആയിട്ടുള്ള നഫ്താലി ബെന്നറ്റും ഇപ്പോൾ വിമർശിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. അതിനിടെ ഇസ്രായേൽ നടത്തിയ ഒരു അറ്റാക്കിൽ ഹമാസിന്റെ രാഷ്ട്രീയ നേതാവായിട്ടുള്ള
ഒരു വ്യക്തി മരണപ്പെട്ടതായിട്ട് വിവരങ്ങൾ വരുന്നുണ്ട്. സദേൺ ഗസയിൽ വെച്ചാണ് സംഭവം നടക്കുന്നത്. സലാ അൽ ബർദാവിയാണ് കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ഞായറാഴ്ച ഖാൻ യൂനിസിൽ വെച്ച് നടന്ന ഒരു വ്യോമാക്രമണത്തിലാണ് ഇദ്ദേഹം മരണപ്പെട്ടത്. ഇദ്ദേഹവും ഉണ്ട്, ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഈ ഒരു അറ്റാക്കിൽ മരണപ്പെട്ടതായി പറയപ്പെടുന്നു. അതിനിടെ അമേരിക്ക തങ്ങളുടെ രണ്ടാമത്തെ എയർക്രാഫ്റ്റ് കാരിയർ ഇപ്പോൾ റെഡ് സീയിലേക്ക് കൊണ്ടുവരാൻ പോകുകയാണ്. അതായത് ഇതിനു മുമ്പ് അമേരിക്ക അവർക്ക് നേരത്തെ തന്നെ റെഡ് സീയിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നേരത്തെ തന്നെ ഒരു എയർക്രാഫ്റ്റ് കാരിയർ അവിടെയുണ്ട്. അതായത് ഹാരി ട്രൂമാൻ എന്ന് പറയുന്ന അവരുടെ ഒരു എയർക്രാഫ്റ്റ് കാരിയർ അവർക്ക് ഓൾറെഡി ഉണ്ട്. ഈ എയർക്രാഫ്റ്റ് കാരിയറിലേക്ക് നിരവധി തവണയാണ് ഹൂതികൾ അറ്റാക്ക് നടത്തിയത്. ഇങ്ങനെ ആക്രമണം നേരിടുന്ന ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രണ്ടാമത്തെ എയർക്രാഫ്റ്റ് കാരിയറുമായിട്ട് അമേരിക്ക ഈ ഒരു റെഡ് സീയിലേക്ക് വരാൻ പോകുന്നു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നത്. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഹൂതികൾ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് ഹൂതികളെ നേരിടുന്നതിൽ പരാജയപ്പെട്ടത് കൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക പുതിയ എയർക്രാഫ്റ്റ് കാരിയറുമായിട്ട് മുമ്പോട്ട് വരുന്നത് എന്നാണ് ഹൂതികൾ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അതായത് ഹൂതികളുടെ കരുത്ത് എത്ര കണ്ടുണ്ട് എന്നുള്ളത്. അതായത് ഹൂതികൾ മാത്രമല്ല, ഹൂതികളെ ബാക്ക് ചെയ്യുന്നത്, അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ്. അതിനാൽ തന്നെ ഈ ഒരു ഹൂതികളുടെ കരുത്ത് കണ്ടുകൊണ്ടായിരിക്കണം, അവരുടെ ശക്തി കണ്ടുകൊണ്ടായിരിക്കണം അമേരിക്ക ഇപ്പോൾ രണ്ടാമത്തെ എയർക്രാഫ്റ്റ് കാരിയറുമായിട്ട് റെഡ് സീയിലേക്ക് വരുന്നത്. നമസ്കാരം.